കൂട്ടുകാരെ, ഇത് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാട്സപ്പ് ട്രിക്കിലാണ്. എന്ന് വെച്ചാൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഫോണ്ടുകൾ മാറ്റാമെന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് പിന്നെ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും എങ്ങനെ മാറ്റി ചെയ്യാം എന്നാണ് ഈ വീട്ടിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ആയിക്കോട്ടെ, അത് എങ്ങനെ വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ സ്റ്റാറ്റസ് എടുക്കുക. ആദ്യം ഫോണ്ടാണ് ചെയ്യണമെങ്കിൽ ആ ഫോണ്ട്. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ പ്രേരിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ടെസ്റ്റാണ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ലവ് യു ടു ഒന്ന് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്ത ഭാഗം കോപ്പി ചെയ്യുക. എന്നിട്ട് ടെസ്റ്റിൻ്റെ ടീയിൽ കൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഫോണ്ട് മാറിയത് കാണാൻ പറ്റും. ആ ടീയിൽ തന്നെ പിന്നെ അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫോണ്ട് അങ്ങ് മാറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങൾ ഐക്കൺ കൊടുക്കാനുള്ളത്. ഐക്കൺ ലവ് യു ടു ഇഷ്ടമുള്ള ഐക്കൺ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇത് മനസ്സിലായില്ലേ? എന്നിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ കാണാൻ പറ്റും. ഇതുപോലെ വെറൈറ്റി ഫോണ്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഏത് പിക്ചറിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് അതുപോലെ ഫോണ്ട് പിക്ചർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഫോണ്ട് ടെക്സ്റ്റ് ചെയ്യുക. ആ കോപ്പി ചെയ്യുക. ആ ടീയിൽ പ്രസ് ചെയ്യുക. ആ ടീയിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണാൻ പറ്റും, വേറെ വെറൈറ്റി ആയിട്ട്. എന്നിട്ട് ഐക്കൺ കൊടുത്ത് സെറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി പുതിയ വീഡിയോസ് നിങ്ങൾ കിട്ടുവാനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. താങ്ക് യു ഫ്രണ്ട്. അടുത്ത വീഡിയോ ഇനിയും കാണാം. ബൈ.